കേരളത്തിൽ കാലാവസ്ഥ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിച്ച അത്തരമൊരു മനോഭാവം സ്വീകരിച്ചിരിക്കുന്നു. അറബിക്കടലിന് മുകളിൽ രൂപപ്പെട്ട കാലാവസ്ഥാ സംവിധാനം തുടർച്ചയായി ശക്തമായി തുടരുന്നു. ഇതാണ് ഈർപ്പം നിറഞ്ഞ കാറ്റ് കടലിൽ നിന്നുയർന്ന് മുഴുവൻ തീരപ്രദേശത്തേക്കും വേഗത്തിൽ നീങ്ങാൻ കാരണം. ഈ കാറ്റുകളുടെ പ്രഭാവം ഇപ്പോൾ വ്യക്തമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. പല ജില്ലകളിലും മേഘങ്ങളുടെ കനത്ത പാളികൾ പടർന്നിരിക്കുന്നു. പല പ്രദേശങ്ങളിലും തുടർച്ചയായ മഴയുടെ പരമ്പര ആരംഭിച്ചിരിക്കുന്നു. വരും സമയങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായേക്കാമെന്ന കാലാവസ്ഥാ വകുപ്പ് സൂചനകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയുടെ ഭീഷണി നിലനിൽക്കുന്നു. ഈ ജില്ലകൾക്കായി ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം കാലാവസ്ഥ സാധാരണമായിരിക്കില്ലെന്നും ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുമാണ്. നിങ്ങളും കാലാവസ്ഥയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കൃത്യവും വിശ്വസനീയവുമായ വിവരങ്ങൾ ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. മഴയുടെ തീവ്രതയെക്കുറിച്ച് ചില സ്ഥലങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വലിയ അളവിലുള്ള മഴ ഏതൊരു പ്രദേശത്തും വെള്ളക്കെട്ട്, റോഡ് തടസ്സം, സാധാരണ ജനജീവിതത്തിന് വ്യാപകമായ പ്രഭാവം ചെലുത്തും. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകൾക്കായി യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. എന്നാൽ നിൽക്കൂ, ഇത് വെറും സാധാരണ കാലവർഷ മഴയാണോ? അതോ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ആളുകൾക്ക് വീട് വിട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരുന്ന തരത്തിൽ സ്ഥിതിഗതികൾ വഷളാകുമോ? ചില സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ വേഗത്തിൽ മാറിയേക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പുതിയ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഈ റിപ്പോർട്ട് അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഇനി പുറത്തുവരുന്ന വിവരങ്ങൾ ഓരോ കുടുംബത്തിനും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തെളിയും. മലയോര മേഖലകളെയും ഉരുൾപടൽ ബാധിത പ്രദേശങ്ങളെയും കുറിച്ചാണ് ഏറ്റവും വലിയ ആശങ്ക. തുടർച്ചയായ മഴ കാരണം മണ്ണിലെ ഈർപ്പം വേഗത്തിൽ വർദ്ധിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഉരുൾപടൽ, മണ്ണിടിച്ചിൽ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം എന്നിവയുടെ ഭീഷണി ഗണ്യമായി വർദ്ധിച്ചു. മലഞ്ചെരിവുകളിലോ നദീതീരങ്ങളിലോ താഴ്ന്ന പ്രദേശങ്ങളിലോ വീടുള്ളവർക്ക് പ്രത്യേക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാദേശിക ഉദ്യോഗസ്ഥർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയാൽ യാതൊരുവിധ അശ്രദ്ധയും കാണിക്കരുതെന്ന് ഭരണകൂടം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യസമയത്ത് സുരക്ഷിതമായ സ്ഥലത്തെത്തുക എന്നത് മാത്രമാണ് ഏറ്റവും വലിയ പ്രതിരോധം. ഇതിനിടയിൽ തീരപ്രദേശങ്ങളിലും ആശങ്ക കുറവല്ല. കടലിന് മുകളിൽ സക്രിയമായ കാലാവസ്ഥാ സംവിധാനം കാരണം ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്നതിന് മുൻപ് എല്ലാ ഔദ്യോഗിക നിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും കാറ്റിന്റെ വേഗത ചെറിയ ബോട്ടുകൾക്കും പാരമ്പര്യ മത്സ്യബന്ധന ബോട്ടുകൾക്കും ഭീഷണിയാകുന്ന തരത്തിൽ ശക്തമാകാം. തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരോടും ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ശക്തമായ കാറ്റും കനത്ത മഴയും ചേർന്നുള്ള പ്രഭാവം സാധാരണ അർത്ഥങ്ങളെ ബാധിച്ചേക്കാം. ഇനി എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം: വരും മണിക്കൂറുകളിൽ മഴ മാത്രമാണോ ഉണ്ടാകുക, അതോ വർഷങ്ങളിലെ റെക്കോർഡുകളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ മഴ കാണാൻ സാധിക്കുമോ? കാലാവസ്ഥാ വകുപ്പ് നൽകിയ സൂചനകൾ സാധാരണമായവയല്ല. മേഘങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി സക്രിയമായി തുടരുന്നു. ഇതാണ് വിദഗ്ധർ സ്ഥിതിഗതികൾ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ കാരണം. തുടർച്ചയായ മഴയുടെ പ്രഭാവം ഗതാഗത സംവിധാനത്തിലും കണ്ടേക്കാം. മലയോര പാതകളിൽ വഴുക്കൽ വർദ്ധിച്ചേക്കാം. പല റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായേക്കാം. യാത്രക്കിടയിൽ കാഴ്ചമങ്ങുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ഭരണകൂടം നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ജലാശയങ്ങൾക്ക് സമീപം പോകുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ മഴ അനുഭവിക്കാൻ ഈ സ്ഥലങ്ങളിൽ എത്താറുണ്ട്. എന്നാൽ മോശം കാലാവസ്ഥയിൽ ഈ നടപടി അപകടകരമാണെന്ന് തെളിയും. നിങ്ങളും കാലാവസ്ഥയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കൃത്യവും വിശ്വസനീയവുമായ വിവരങ്ങൾ ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. വരും കാലങ്ങളിൽ കാലാവസ്ഥ ഏത് ജില്ലയിൽ എത്രത്തോളം പ്രഭാവം കാണിക്കും, ഏത് പ്രദേശത്ത് ഭീഷണി കൂടുതലായിരിക്കും, ഏത് പ്രദേശങ്ങളിൽ ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. മുൻപ് ഉരുൾപടലോ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമോ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക. തങ്ങളുടെ ചുറ്റുമുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും അടിയന്തര കോൺടാക്ട് നമ്പറുകൾ കൈവശം വയ്ക്കാനും ആവശ്യമെങ്കിൽ ഉടൻ സഹായം തേടാനും ഉദ്യോഗസ്ഥർ ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകടസാധ്യത കൂടിയ പ്രദേശങ്ങളിൽ
ആവശ്യമെങ്കിൽ ആളുകൾക്ക് സുരക്ഷിതമായ സ്ഥലം ലഭ്യമാക്കുന്നതിനായി ദുരിത ക്യാമ്പുകളുടെ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത പ്രവചനത്തിൽ വരും 1-2 ദിവസങ്ങളിൽ മഴയുടെ തീവ്രത വർദ്ധിക്കാവുന്ന ചില ജില്ലകളും പുറത്തുവന്നിട്ടുണ്ട്. ആ ജില്ലകൾ ഏതൊക്കെയാണ്? എവിടെയാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നിലനിൽക്കുന്നത്? ഏത് പ്രദേശങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് തുടരുന്നത്? എവിടെയാണ് കനത്ത മഴയോടൊപ്പം ശക്തമായ കാറ്റിന്റെ ഇരട്ട ആക്രമണം കാണാൻ സാധിക്കുക? ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇനി പുറത്തുവരാനുള്ളത്. കാലാവസ്ഥാ വകുപ്പിന്റെ വിശദ പ്രവചനം പരിശോധിച്ചാൽ മഴയുടെ ഈ ഘട്ടം പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് വ്യക്തമായി കാണാം. വരുന്ന 1-2 ദിവസങ്ങളിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം ഈ പ്രദേശങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയുടെ ഭീഷണി നിലനിൽക്കുമെന്നാണ്. അതേസമയം ഇതിനുശേഷം മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥാ സമ്മർദ്ദം വർദ്ധിക്കുന്നത് കാണാം. ഈ ജില്ലകളിൽ തുടർച്ചയായി സക്രിയമായ മേഘങ്ങളും കടലിൽ നിന്നുള്ള ഈർപ്പവും മഴയുടെ തീവ്രത വർദ്ധിപ്പിച്ചേക്കാം. ഇതേ സ്ഥിതി തുടർന്നാൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് പ്രശ്നം ഗുരുതരമായേക്കാമെന്ന് വിദഗ്ധർ കരുതുന്നു. അതേസമയം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന സൂചനകൾ ഇതുവരെ കാണുന്നില്ല. ഈ പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനർത്ഥം അപകടം കുറവാണെന്നല്ല, മറിച്ച് ആളുകൾ കാലാവസ്ഥയിൽ നിരന്തരം ശ്രദ്ധ പുലർത്തണമെന്നാണ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ജീവിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കാരണം തുടർച്ചയായ മഴ മണ്ണിന്റെ ഉറപ്പ് കുറയ്ക്കാനും ഉരുൾപൊട്ടൽ പോലെയുള്ള അപകടങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാനും ഇടയാക്കും. ഇനിയൊന്ന് സങ്കൽപ്പിക്കുക. ഒരു വശത്ത് ആകാശത്ത് നിന്ന് തുടർച്ചയായി പെയ്യുന്ന മേഘങ്ങൾ, മറുവശത്ത് ശക്തമായ കാറ്റിന്റെ സമ്മർദ്ദം, മൂന്നാമതായി നേരത്തെ തന്നെ വെള്ളം നിറഞ്ഞ തോടുകളും നദികളും. ഈ 3 സാഹചര്യങ്ങളും ഒരേ സമയം ഒരു പ്രദേശത്തെ ബാധിച്ചാൽ സ്ഥിതിഗതികൾ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാകും. അതുകൊണ്ടാണ് ഒരു മുന്നറിയിപ്പിനെയും നിസ്സാരമായി കാണരുതെന്ന് അധികൃതർ ആവർത്തിച്ച് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ചിലപ്പോൾ ചില മണിക്കൂറുകളിലെ ജാഗ്രത വലിയ അപകടത്തെ ഒഴിവാക്കിയേക്കാം. തീരദേശ മേഖലകളിൽ ജീവിക്കുന്നവർക്കും പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. കാലാവസ്ഥാ സംവിധാനത്തോടൊപ്പം വീശുന്ന ശക്തമായ കാറ്റ് പലയിടങ്ങളിലും മരങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം. ബലഹീനമായ നിർമ്മാണങ്ങളുള്ള വീടുകൾ, താൽക്കാലിക മേൽക്കൂരികൾ, തുറസായ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും പ്രദേശത്ത് മരങ്ങൾ ചരിഞ്ഞതായി കാണുകയോ വൈദ്യുതി പോസ്റ്റുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഉടൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റുള്ള സമയത്ത് അനാവശ്യമായി വീട്ടിനു പുറത്തിറങ്ങുന്നത് ഒഴിവാക്കേണ്ടതും അത്യാവശ്യമായി കണക്കാക്കപ്പെടുന്നു. ശക്തമായ മഴയുള്ള സമയത്ത് നദികൾ, കുളങ്ങൾ, മറ്റ് ജലാശയങ്ങൾക്ക് സമീപം പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ ജലനിരപ്പ് ഉയരുന്നത് കാണാനോ ഫോട്ടോ എടുക്കാനോ റിസ്ക് എടുക്കാറുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമാകാം. പാലങ്ങളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നോക്കുക, സെൽഫി എടുക്കുക അല്ലെങ്കിൽ കൂട്ടം കൂടി നിൽക്കുക പൂർണ്ണമായും അപകടകരമാണ്. അതിനാൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. തുടർച്ചയായി സക്രിയമായ ഈ കാലാവസ്ഥാ സംവിധാനം ചില ജില്ലകളിൽ മാത്രമായി ഒതുങ്ങുമോ, അതോ ഇതിന്റെ പ്രഭാവം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമോ? വിദഗ്ധരുടെ കണ്ണുകൾ അറബിക്കടലിനു മുകളിൽ രൂപപ്പെട്ട ചംക്രമണത്തിൽ പതിഞ്ഞിരിക്കുന്നു. കടലിൽ നിന്നുള്ള ഈർപ്പത്തിന്റെ വിതരണം ഇതേപോലെ തുടർന്നാൽ മേഘങ്ങളുടെ സക്രിയത ദീർഘനേരം നിലനിൽക്കാം. അതുകൊണ്ടാണ് വരുന്ന മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്.